ചെകുത്താനില്ല എന്ന് പറയുന്നതാണ്, അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതാണ് ചെകുത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിലൊന്ന്. ഇത് പല മതങ്ങളിലും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ലൂസിഫർ എന്ന സിനിമയുടെ 2ാം ഭാഗം എമ്പുരാനെക്കുറിച്ച് വന്ന ഒരു പോസ്റ്ററിൻ്റെ ക്യാപ്ഷനാണ് ഞാൻ പറഞ്ഞത്. ചെകുത്താനില്ല എന്ന് പറഞ്ഞ് നടക്കും, ഡെവിളില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ് ഡെവിളിൻ്റെ ഏറ്റവും വലിയ ഒരു മായ വിക്രിയ എന്നൊക്കെ പറയുന്നത്. അതെ, അത് തന്നെയാണ് സംഭവിച്ചത്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാതെ സിനിമ റിലീസാവില്ല എന്നുള്ള രീതിയിലുള്ളൊക്കെ പലരുടെയും വലിയ സ്വപ്നങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഗോകുലം ഗോപാലൻ ഈ സിനിമയുടെ കാര്യങ്ങളിലേക്ക് ഇടപെടുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നല്ലൊരു സന്തോഷം നൽകുന്ന വാർത്ത, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ഒരു ഓൾ ഇന്ത്യ പ്രീമിയർ റിലീസൊക്കെ, അല്ലെങ്കിൽ ഓൾ വേൾഡ് പ്രീമിയർ റിലീസ്. ഒരു 500 കോടിക്ക് അടുത്തൊക്കെ നിൽക്കുന്ന കളക്ഷൻ നേടുന്ന ഒരു സിനിമയൊക്കെ വരിക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ അത് സംഭവിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എമ്പുരാൻ എന്ന പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരാനിരിക്കുന്ന ചിത്രം മുരളി ഗോപിയുടെ കിടിലൻ സ്ക്രീൻ പ്ലേ തന്നെയായിരിക്കും സിനിമയുടെ ഇത്തവണത്തെയും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന്. അതുകൊണ്ട് തന്നെ ഈ സിനിമ നമ്മളാരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു വിജയത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന എനിക്ക് കിട്ടിയ വിശ്വസനീയമായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത്. വലിയ ബഡ്ജറ്റാണ് സിനിമയ്ക്കുള്ളത്, പക്ഷേ അത് എന്തായാലും തിരിച്ചു പിടിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം അതിനുള്ള മാർക്കറ്റിംഗ് സ്കില്ലുകളെല്ലാം അറിയുന്ന ആളുകളാണ് ആശീർവാദ് ഫിലിംസിൻ്റെയും അതുപോലെ തന്നെ ഗോപാലൻ സാറിൻ്റെ ഗോകുലം ഫിലിംസും അതുപോലെ തന്നെ ലൈക്ക പ്രൊഡക്ഷൻസും. ഇപ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസ് അതിന് പിന്മാറി എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. അതോ അതിൻ്റെ മറ്റു തരത്തിൽ എന്തെങ്കിലുമുള്ള ഡീലിങ്സുകളാണോ സംഭവിച്ചിട്ടുള്ളതെന്നും അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഏതായാലും മാർച്ച് 27 ചിത്രം റിലീസ് ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമൊന്നും ആർക്കും വേണ്ട. കാരണം മാർച്ച് 27 ലോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. 6 മണി മുതൽ സിനിമയുടെ പ്രദർശനങ്ങൾ ആരംഭിക്കുകയാണ്. രാവിലെ 6 മണി മുതൽ പുലർച്ചെ 5 മണിക്കൊക്കെ തുടങ്ങുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 5 മണി എന്നതിനേക്കാളുപരി 6 മണി നല്ലൊരു സമയം തന്നെയാണ്. മാത്രമല്ല, ഈ 6 മണിക്ക് തുടങ്ങിയാൽ ഒരു മാരത്തൺ സിനിമാ പ്രദർശനം ഒരുവിധം എല്ലാ തിയേറ്ററുകളിലും കേരളത്തിൽ എമ്പുരാൻ തന്നെയായിരിക്കുമെന്നാണ് ഇതുവരെ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ലിയോ എന്ന ചിത്രത്തിൻ്റെ റെക്കോർഡ് ഇത് പഴങ്കഥയാക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ്? നിങ്ങൾ അഭിപ്രായപ്പെടുന്നത് എന്താണെന്നൊക്കെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷകളാണ് ഈ സിനിമയ്ക്ക് മേലെ ആളുകൾ എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, എമ്പുരാൻ മനഃപൂർവ്വം തന്നെ ഇറങ്ങുന്നതാണ്, കച്ച കെട്ടി ഇറങ്ങുന്നതാണ്, രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങുകയാണ്. പൃഥ്വിരാജും ലാലേട്ടനും വലിയൊരു വിജയം ആവശ്യമാണ്. വൻ വിജയം തന്നെ ഈ സിനിമ നേടിക്കൊടുക്കും. അദ്ദേഹം പഴയ പോലെ നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ രസിപ്പിക്കുന്ന താരമായിട്ട് വീണ്ടും വിലസുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കാത്തിരിക്കുകയാണ് സിനിമയുടെ മാർച്ച് 27 6 മണിയുടെ ഷോയ്ക്ക് വേണ്ടി. 6 മണി മുതൽ ആരംഭിക്കുന്ന ഷോകൾ മലയാളക്കരയാകെ ഒട്ടുക്കെ നിൽക്കുമ്പോൾ